ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിരിക്കണോ? സുഖാണല്ലേ? നിങ്ങൾ പാഠഭാഗമൊക്കെ വായിച്ചു നോക്കുന്നുണ്ടോ? പാഠം വായിക്കുന്നുണ്ട്, നോട്ടൊക്കെ നല്ല ഭംഗിയായി വൃത്തിയായി എഴുതിയിരിക്കുന്നുണ്ട്. നല്ല കുട്ടികളാണ് മാമിനെ അറിയാം കേട്ടോ. നിങ്ങൾക്ക് നല്ല കുട്ടികളായിട്ട് പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ മാം ഏതെടുത്തത്? ഏതക്ഷരം നമ്മൾ പഠിച്ചത്? ഏതക്ഷരം എന്ന് പറഞ്ഞത് ജ അല്ലേ? ജ വെച്ചിട്ട് ഏതൊക്കെ പദങ്ങൾ നമ്മൾ പഠിച്ചു? ഏതൊക്കെ? മഞ്ച്, പിന്നെയോ മഞ്ചാടി, വേറെ പദം പറഞ്ഞേ പഞ്ചസാര. ജ വെച്ചിട്ട് ഇത്രയും വാക്കുകൾ നിങ്ങൾ പഠിച്ചു. കുറേ വാക്കുകൾ നിങ്ങൾക്ക് അറിയാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദ എന്നുള്ള അക്ഷരമാണ്. ഏതാണ്? ദ. ദ എന്നുള്ള അക്ഷരം പാഠം 25. ദ അതിൽ ദ എന്നുള്ള അക്ഷരമാണ് മാം ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ദ ധ വെച്ചിട്ട് ആദ്യത്തെ പദം ഏതാണ്? മൊന്ത. കണ്ട ഒരു ചിത്രമൊക്കെ കണ്ട? അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കണം. പേജ് നമ്പർ 54 ആണ് മാം എടുക്കുന്നത്. പാഠം 25 എടുക്കുന്നത്. ആദ്യത്തെ അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത് ദ. മൊന്ത ഒരു പാത്രത്തിന് പറയുന്നതാണ് മൊന്ത. പന്തം, ചന്ത, ചന്തം, പന്ത്. നിങ്ങൾക്കറിയാലോ, പന്ത് കളിക്കാറില്ലേ? പന്ത്. പന്തയം, ബെറ്റ് വയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് പന്തയം. രാമു പന്ത് എറിഞ്ഞു. രാമു ഡേഷ് എറിഞ്ഞു. എന്താ എറിഞ്ഞത്? പന്ത് അല്ലെ? നിങ്ങൾ പന്ത് എറിഞ്ഞ് കളിക്കാറുണ്ടല്ലോ? ഉണ്ടല്ലേ? പല നിറത്തിലുള്ള പന്തുണ്ട്. നിങ്ങൾ എറിഞ്ഞു കളിക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പന്ത് കളിക്കാൻ. രാമു ഡേഷ് എറിഞ്ഞു. എന്താ എറിഞ്ഞത്? പന്ത്. ചന്തു ചന്തയിൽ പോയി. ചന്തു ചന്തയിൽ പോയി. ചന്ത എന്ന് പറഞ്ഞാല് അങ്ങാടി, ഷോപ്പ് എന്നൊക്കെ പറയും. ചന്തയിൽ പോയി. ആമയും മുയലും പന്തയം വെച്ചു. ആമയും മുയലും പന്തയം വെച്ചു. ആമയും മുയലും പന്തയം വെച്ചിട്ട് ആരാ ജയിച്ചത്? ആരാ ജയിച്ചത്? ആമ അല്ലേ? ആമ പതുക്കെ പതുക്കെ പോയാല് ആമയ്ക്ക് ഒന്നും കിട്ടില്ല. ഞാൻ വേഗത്തിൽ ചാടി ചാടി പോണ ആളല്ലേ, എനിക്കൊക്കെ കിട്ടും എന്ന് ആര് ചിന്തിച്ചു? മുയല്. പക്ഷെ വിജയിച്ചത് ആരായിരുന്നു? ആമയായിരുന്നു. ആമും മുയലും പന്തയം വെച്ചു. അപ്പൊ ആമയും മുയലും ഡേഷ് വെച്ചു എന്ന് ചോദിച്ചാൽ എന്താ ഇൻസ്റ്റ ചെയ്തേണ്ടത്? പന്തയം. അപ്പോ ഈ വാക്കുകളൊക്കെ എന്താ വെച്ചുള്ള വാക്കാണ് നമ്മൾ പറയുന്നത്. ഇനി ദാ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കിയേ. നമ്മൾ ഇന്ന് പഠിക്കുന്ന അക്ഷരം ഏതാണെന്ന് പറയുന്നത് ദ. അത് എങ്ങനെയാണ് എഴുതുക? ആദ്യം റാ ഇടുക, കൈയെടുക്കരുത് കേട്ടോ. പിന്നെ ത പോലെ എഴുതുക. വളരെ എളുപ്പമാണ് അല്ലേ? ദ. ആദ്യം റാ പോലെ എഴുതുന്നു, കൈയെടുക്കരുത്, കൂട്ടി താലുള്ള അക്ഷരം കൂടി എഴുതും. ഈ അക്ഷരം എന്താ വായിക്കുക? ദ. ദ വെച്ചുള്ള പദങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പന്ത്, പന്ത്, പന്ത്. അടുത്ത പദയോ? അടുത്ത പദം ഏതാ? പന്തയം. പന്തയം. വേറൊരു പദം പറഞ്ഞേ, എന്താണ്? ചന്തം. ചന്തം, ചന്ത. നമ്മൾ 4 പദങ്ങൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? പന്ത്, പന്തയം, ചന്തം, ചന്തം. ഇനി നമുക്ക് പൂരിപ്പിക്കാനായിട്ടാണ്. പരീക്ഷയൊക്കെ ചോദിക്കും. പൂരിപ്പിക്കാനുള്ളതാണ്. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ആ ബ്രാക്കറ്റിൽ നോക്കിയിട്ട് നമ്മൾ വിട്ടുപോയ ഭാഗം, അതായത് സെന്റൻസിൽ വിട്ടുപോയ പദം നമുക്ക് പൂരിപ്പിക്കണം. പന്ത്, പന്തയം, ചന്തം. അങ്ങനെ 3 പദങ്ങളാണ് ബ്രാക്കറ്റിൽ. ഒന്നാമത്തെ സെന്റൻസ് നോക്കൂ. രാമു ഡേഷ് എറിഞ്ഞു. എന്താ എറിഞ്ഞത്? ഏതാണ്? പന്ത്. രണ്ടാമത്തെ സെന്റൻസോ? ചന്തു ഡേഷിൽ പോയി. എവിടെയാ പോയത്? പന്തയാണോ ചന്തയാണോ? ആൻസർ പറയണം. ഏതാണ്? ഏതാണ്? ചന്ത. ചന്തു ചന്തയിൽ പോയി. നമ്മുടെ അവസാന സെന്റൻസ് ഒന്ന് വായിക്കാമോ? ആമയും മുയലും ഡേഷ് വെച്ചു. എന്താ വെച്ചത്? എന്താ വെച്ചത്? പന്തയം. പന്തയം എന്നുള്ള പദം. പന്തയം. 3 സെന്റൻസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? രാമു
പന്തെറിഞ്ഞു. ചന്തു ചന്തയിൽ പോയി. ആമയും മുയലും പന്തയം വെച്ചു. അപ്പൊ നമ്മൾ വാക്ക് എഴുതാനും പഠിച്ചു, സെന്റൻസിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനും പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം, നോട്ട്സ് ഭംഗിയായി വൃത്തിയായി എഴുതിയെടുക്കണം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അക്ഷരവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.